ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രത്യേകതരം സിനിമയാണ്. ഇത് കണ്ട നിങ്ങളുടെ സമയം പോണത് അറിയില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് അതാണ് ഈ സിനിമ നമുക്ക് തരുന്നത്. സോ ഈ സിനിമ സജസ്റ്റ് ചെയ്ത സഹോദരിക്ക് എന്റെ 1000 കൂപ്പുകൈ. സിനിമ തുടങ്ങുന്നത് ഒരു മനസ്സമ്മതം കാണിച്ചുകൊണ്ടാണ്. അന്നമ്മയും ചാണ്ടിയും തമ്മിലുള്ള മനസ്സമ്മതം. അന്നമ്മയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഇനി നമുക്ക് മോതിരമാറ്റ ചടങ്ങുകളിലേക്ക് കടക്കാം. ചടങ്ങിന്റെ ഇടയിൽ നമ്മുടെ പള്ളിയിലച്ചന്റെ വക കുറച്ച് പൊടിക്കൈ കോമഡികൾ. ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം. വേഗം ഇതൊക്കെ കൊണ്ട് വെക്കടാ, ഭക്ഷണം തീർന്നു പോകും, ആള് കൂടുതലാണ്. അതെ, ഇത് എത്ര പവന്റെയാ? ഇതെന്തിനാ നാണിക്കുന്നേ? ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കണത് ഒരു സിനിമയാണോ അതോ അന്നമ്മയുടെ മനസമ്മതത്തിന്റെ സീഡിയോ? അല്ല, ഇതിപ്പോ കുറെ നേരായി. ചുവടുവെച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ട് നേരാം ആശംസ. മൈക്കിളെ, നിന്റെ മദ്യപാനം കൂടുതലാണ്. ഞാൻ ഈ ഇടവക വികാരിയാണ്, ഞാൻ ഇടയിലിരിക്കും. വരകാണ്ടൊന്ന് വിളിച്ചോണ്ട് പോടാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ചേട്ടാ. ഇനി ദേവ്ജിയും കുടുംബക്കാരും കൂടി പാടുന്ന ഒരു പാട്ട്. മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ, രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ. ഇതെന്താ ഇവര് പാടുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ പാട്ട് നന്നായിട്ടില്ല. അങ്ങനെ ഒരു 10-18 മിനിറ്റ് ആ വഴിക്ക് പോയി കിട്ടി. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. നോക്കുമ്പോണ്ട് എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. അന്നമ്മയ്ക്ക് ഒന്നും ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്താ സംഭവിച്ചത്? എന്താ അങ്കിൾ? പറ പ്ലീസ്, പറ പപ്പ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവേത് അതൊന്ന് പറ. എന്തുണ്ടായതെന്ന് വെച്ചാ, കല്യാണ തലേന്ന് ചാണ്ടി വീട്ടിലൊരു കത്തും എഴുതി വെച്ചിട്ട് എങ്ങോട്ടോ മുങ്ങി. വീട്ടിലൊരു കത്തെഴുതി വെച്ചിട്ട് അവനങ്ങ് മുങ്ങി. അപ്പൊ ചാണ്ടി മുങ്ങി. അപ്പൊ നമ്മുടെ മനസമ്മതത്തിന്റെ 20 മിനിറ്റ് ടോട്ടൽ വേസ്റ്റ്. അത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി. ചാണ്ടിക്ക് കളി കുറച്ച് കൂടുതലാ. എല്ലാരും ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അല്ല മോളെ, അവൻ ശരിക്കും പോയി. കള്ളപ്പന്നി. A few moments later. അതെ, അത് ലോർഡ് ഓഫ് ദ റിംഗ് ഒന്നും അല്ല. ഇത്ര നേരം അതിൽ നോക്കിയിരിക്കാൻ. അതൊരു സാധാരണ മോതിരാണ്. വെറുതെ സമയം കളയാനായിട്ട്. ഇനിയിപ്പോ അത് ചെമ്പാണോ എന്ന് നോക്കുകയാണ്. അത് സ്വർണ്ണമല്ല, അതിന്റെ ഉള്ളിൽ ചെമ്പായിരുന്നു. അങ്ങനെ അന്നമ്മ തന്റെ മനസ്സമ്മതത്തിന്റെ ഓർമ്മകളൊക്കെ ഒന്നുകൂടി ആലോചിച്ചെടുക്കുകയാണ്. അതിനൊരു 5 മിനിറ്റ്. അതിന്റെ ഇടയിൽ നമ്മുടെ പള്ളിയിലച്ചന്റെ വെറുപ്പിക്കലും. മോളെ അന്നമ്മേ, ഇത് മോളച്ചനാണ് പറയുന്നത്. ഇയാള് റോബോട്ടാണോ അതോ മനുഷ്യനാണോ? മകളെ, പിതാവിന്റെ വാക്കുകൾ ധിക്കരിക്കുന്നത് പാപമാണ്. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. എല്ലാ പള്ളിയിലച്ചന്മാരും ഇങ്ങനെ തന്നെയാണോ സംസാരിക്കാറ്? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനത് പൊളിക്കും. നീ എന്തെങ്കിലും ഒന്ന് പറ. തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ. കമ്മിങ് ബാക്ക് ടു ദി സ്റ്റോറി, അന്നമ്മ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. എനിക്കിനി അങ്ങനെ ഒരു മകനില്ല. തന്നോട് മാപ്പ് പറയാനാണ് ഞാൻ വന്നത്. നാട്ടുകാരുടെ മുമ്പിലേ ഞങ്ങളുടെ കുടുംബം നാണം കിട്ടും. അതുകൊണ്ട് എനിക്കൊന്നുമില്ല. അതെന്താ, തനിക്ക് നാണല്ലേ? കർത്താവേ, ഇത് താക്കോലോ അതോ പങ്കായോ? അച്ചോ, ആൻഡോ ഇനി ഇവിടെ താൻ നിന്നാൽ തിരുവസ്ത്രത്തിന് ചേരാത്ത പലതും എന്റെ വായിന്ന് വീഴും. ഇത് ഞാൻ പറയേണ്ട ഡയലോഗാണ്. അയാളുടെ ഒരു കാട്ടിക്കൂട്ടല് കുറെ നേരായി. അങ്ങനെ പിറ്റേന്ന് നേരം പുലർന്നു. അന്നമ്മ നേരെ ചാണ്ടിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നും അന്നമ്മയ്ക്ക് ചാണ്ടിയുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് കിട്ടുകയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ വിക്രം സാറൊക്കെ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ചാണ്ടി ഉള്ളത് ബാലിയിലാണ്.
അതുകൊണ്ട് തന്നെ അന്നമ്മ വീട്ടുകാരോട് കള്ളം പറഞ്ഞിട്ട് നേരെ ബാലിയിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ BGM ഇട്ട് വെറുപ്പിക്കലാണ്. ഇത് BGM ആണോ ഇനി? ബാഹുബലി. ബാലിയിലെത്തിയിട്ട് കുറച്ചു ദൂരം പോയപ്പോഴാണ് ഡ്രൈവർക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. വെൽക്കം ടു ബാലി മാഡം. അപ്പോഴാണ് അന്നമ്മ ഒരു കാര്യം മനസ്സിലാക്കിയത്. അവളുടെ ബാഗ് എയർപോർട്ടിൽ വെച്ച് മാറിപ്പോയി. ഇനിയെങ്കിലും ആ കോപ്പൊന്ന് ഓഫ് ചെയ്ത് വെക്കി. ഇതൊരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നല്ല വില കൂടിയ റൂമാവുമ്പേ ഈ ലോ ക്ലാസ്സുകളുടെ ശല്യമൊക്കെ കുറയും. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ലോ ക്ലാസ്സുകാരെല്ലാവരും ശല്യക്കാരാണോ? അങ്ങനെ പിറ്റേ ദിവസമായി. രാവിലെ ആയപ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ട് ബാലി ബാലി ബാലി. വെറുതെ നാടൊക്കൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയ അന്നമ്മയുടെ പേഴ്സ് ആരൊക്കെയോ ചേർന്ന് കട്ടോണ്ട് പോവുകയാണ്. അപ്പോഴാണ് അവൻ അവിടെ വരുന്നത്. ടോണി. എനിക്ക് ഹോട്ടലിൽ പോണം. ഞാനിപ്പോ എന്താ ചെയ്യാ? മാപ്പിന് വിളിക്ക്. എന്നെ കൊണ്ട് പറയിക്കണോ? താമസിക്കണമെന്നറിയോ? എന്താ ഇവിടെ കയ്യിൽ അഡ്രസ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ആരുടെങ്കിലും പോയി ചോദിക്കണം. അല്ലാതെ എനിക്ക് ഹോട്ടലിൽ പോണം, ഞാനിപ്പോ എന്താ ചെയ്യാ? അവിടെ കിടന്നൊന്ന് ഉരുള. ഒന്നാമത് ഡയലോഗ് പറയാണോ അതോ കൊഞ്ഞനും കുത്താണോ? ഇനി ടോണിക്ക് വേണ്ടി ഒരു BGM. മിയ മിയ മിയേ. ഇയാളെന്താ പൂച്ചേ? ബലി കൊടുത്തുന്നോ? ആരെ? എനിക്കറിയില്ല. അതിന്റെ ഇടയ്ക്ക് ഹോട്ടലിലുണ്ടായ ചില വാക്കുതർക്കങ്ങൾ മൂലം അന്നമ്മ പെരുവഴിയിലായി. റൂം പോയത് കാരണം പെരുവഴിയിലായ അന്നമ്മയെയും കൊണ്ട് ടോണി എങ്ങോട്ടോ പോവുകയാണ്. ഓലമേയാനോ? എന്തിന്? അങ്ങനെ അന്നമ്മയെ ടോണി അവൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു. ഹായ്, ഐ ആം താര. ഓ, നീങ്ക മലയാളിയാ? ഞാൻ വന്ന് തമിഴ്. അതെ, അതാ തമിഴ് കേട്ടപ്പോ തന്നെ മനസ്സിലായി. അന്നമ്മയ്ക്ക് ഒടുവിൽ തന്റെ കാണാതെ പോയ ബാഗ് തിരിച്ചു കിട്ടുകയാണ്. നമ്മുടെ ചാർലി 144P ആണ് ആ ബാഗ് കൊണ്ടുപോയത്. ഇനി അന്നമ്മയുടെ വക കുറച്ച് കോമഡി. फोटोस 2 बजे तक मिल जाएगा. हिंदी पढ़ी मैं मेल कर दूंगा. मेरा नाम अन्नमा हूँ. अच्छा मेरा बैग चढ़ने बैग के साथ मारी पोई हूँ. You are an hour late. Okay? ഇയാളൊരു മലയാളിയാണ്. അതിപ്പോ ഒരു കോമഡി രീതിയിൽ അവതരിപ്പിക്കണം. അതിനാണ് ഇങ്ങനെ കിടന്ന് വരകണത്. ഹലോ മാഡം, ഞാൻ കടിച്ചു കീറൊന്നുമില്ല. അയ്യോ എന്റെ അമ്മോ, ഇയാള് മലയാളിയാണോ? ഞങ്ങൾക്ക് മനസ്സിലായതേ ഇല്ല. ഒന്ന് പോടോ. എല്ലാം ഉണ്ടല്ലോ അല്ലേ? സോറി. സോ വാട്ട് ബ്രിങ്സ് യു ടു ബാലി? അതൊക്കെ എന്തിനാ ഇയാൾ അന്വേഷിക്കണത്? എന്തോ തേടിയുള്ള ഒരു യാത്രയിലാണ് താൻ. I can see it in your eyes. I can see it in your eyes. അപ്പൊ അന്നമ്മയ്ക്ക് ബാഗ് കിട്ടി, ബാഗിന്ന് അഡ്രസ് കിട്ടി. ഒടുവിൽ അവൾ ചാണ്ടിയുടെ വീട്ടിലെത്തി. ചാണ്ടി? അന്നമ്മ വന്ന് ചാണ്ടി എന്ന് പറഞ്ഞപ്പോഴേക്കും കം ഇൻസൈഡ്. എന്തിനാ വന്നത്, ആരാ വന്നത് ഒന്നും അറിയണ്ട. ഈ പെണ്ണ് ഇയാളെ കൊല്ലാൻ വേണ്ടി വന്നതാണെങ്കിലോ നല്ല സെക്യൂരിറ്റി. ഇയാളെ കണ്ടല്ലോ. ചാണ്ടി വേറൊരു പെണ്ണിന്റെ ഒപ്പം ഇവിടെ ലിവിങ് ടുഗദറിലാണ്. അയാൾ അത്രയ്ക്ക് അങ്ങോട്ട് സുഖത്തിലൊന്നും അല്ല ഇവിടെ ജീവിക്കണത്. നിന്നെ കൊല്ലാനുള്ള ദേഷ്യമായിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോ എനിക്ക് സന്തോഷായി ചാണ്ടി. ബൈ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ വെച്ച് ഈ പടം കഴിഞ്ഞൂന്ന്. കാരണം അന്നമ്മ ഇയാളെ കണ്ടുപിടിക്കാനാണല്ലോ ബാലിയിലേക്ക് വന്നത്. പക്ഷെ പടം കഴിഞ്ഞിട്ടില്ല, കഥ ഇനിയുണ്ട്. ഈ ചാർലി ഇല്ലേ, അതായത് ബാഗ് തിരിച്ചു കൊടുത്ത ആള്, അയാളെ ഇവിടെ എല്ലാവർക്കും അറിയാം. അയാളെന്താ അത്രയ്ക്ക് വലിയ ആളാണോ? അവര് ഉലകമേ തെരിഞ്ഞ അളവുക്ക് പെരിയ ഫോട്ടോഗ്രാഫർ. അവര് ഭൂമിയിൽ സുറ്റാതെ ഊരില്ലേ? ഭൂമിയിൽ സുറ്റാതെ ഊരില്ലേ? നിങ്ങൾ തമിഴ്നാട്ടുകാരിയാണ്, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ. മതി. എടോ, ജസ്റ്റ് ലുക്ക് അറൗണ്ട്. ഇതൊന്നും മാഡത്തിന്റെ കണിപ്പിടില്ല. നാളത്തെ ഒരു ദിവസം താൻ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. എന്തിന്? എന്തപ്പ അതിന്റെ ആവശ്യം? ബാലിയിൽ എങ്ങനെ പാർട്ടി ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കേ, ഞാൻ റെഡി. അങ്ങനെ അന്നമ്മയെ ചാർലി മാറ്റിയെടുക്കുകയാണ്. ഈ പാർട്ടിക്ക് വന്നാ മാത്രം പോരാ, നീ കുറച്ചുകൂടെ ഒന്ന്. എന്താ എന്റെ ഉദ്ദേശം?
ഒന്നും കാര്യമില്ല, അത് പോയി. ഇനി ഒരു പാട്ടാണ് അന്തിക്കാടപ്പുറത്ത്. ആ മനോഹരമായ പാട്ടിന്റെ ഒരു നാറിയ വേർഷൻ. ചുണ്ടിൽ ചുണ്ടിൽ മുത്തം വെക്കണതാരാണ്? ആരാണ്? നിന്റെ അച്ഛൻ. ഓക്കെ, ഈ പാട്ടുണ്ടാക്കിയ ആൾക്കാർ തന്നെ ആരും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് കേട്ടോ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഇന്നലെ എന്താ നടന്നെന്ന് എനിക്ക് ഒരു ഓർമ്മയുമില്ല. ഞാൻ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്ത ദിവസം ഇന്നലെയാ. ഇന്നലെ നടന്നതൊന്നും ഓർമ്മയില്ല, പക്ഷെ ഇന്നലെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി കൂട്ടത്തിലുള്ള എല്ലാ ആളുകളുടെയും ഫ്ലാഷ് ബാക്കുകൾ നമ്മുടെ ചാർലി പറയുകയാണ്. അത് കാണിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത്. അതേതായാലും നന്നായി, കേട്ടാ മതിയല്ലോ, കാണണ്ടല്ലോ. ആ കൂട്ടത്തിലെ കോമാളിയിൽ നിന്ന് തന്നെ തുടങ്ങും. ടോണി അണ്ണങ്ങട് പറഞ്ഞു കൊടുക്കണേ. അവന്റെ അച്ഛന്റെ ഹോട്ടലാ കാണുന്നത്. അണ്ണാ നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. A few moments later. ഇനി നമ്മുടെ താരയുടെ കാര്യം. ഒരു മിനിറ്റ്, താരയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഫ്ലാഷ് ബാക്ക് പറയുന്നതിന്റെ ഇടയിൽ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നു. അതിപ്പോ എന്തിനാ? கிட்டத்தட்ட எல்லா தினமும் இதுதான். நல்லா நினைச்சு நிற்கிற பசங்களெல்லாம் கனவுதான் காணும். ഏതായാലും തമിഴല്ല. Please sir, e-tapes are not allowed on the massage table. A few moments later. What happened sir? What the hell did you do something? Otherwise you'll end up in the prison. അപ്പോഴാണ് അന്നമ്മയ്ക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. ഇയാളുടെ തൊണ്ടയിൽ നട്സ് കുടുങ്ങിയതായിരിക്കും. Hey, what are you doing? ഇതെന്താ അയാളുടെ പുറത്ത് തുണി തിരുമ്പുകയാണോ? What are you doing? അന്നമ്മയുടെ ഒടുക്കത്തെ ഇടിയിൽ അയാളുടെ വായിൽ നിന്ന് എന്തോ ഒന്ന് തെറിച്ചുപോയി. ആ തെറിച്ചുപോയത് നട്സ് ആണോ അതോ അയാളുടെ പല്ലാണോ എന്നറിയില്ല. എന്തായാലും അയാൾക്ക് അനക്കൊന്നുമില്ല, ആള് ചത്തോ. ഇനി ചാർലിയും അന്നമ്മയും കൂടി ഒരു ട്രിപ്പ് പോകുന്നത് കാണാം. ട്രിപ്പിന് ശേഷം അന്നമ്മ നേരെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ്. I'm going home. ഒടുവിൽ അന്നമ്മ നാട്ടിലെത്തി. നല്ല അനിയൻ. ഇതോടുകൂടി പടം കഴിഞ്ഞു, ഇത്രയുള്ളൂ. നല്ല രീതിക്ക് നാട്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന അന്നമ്മ ബാലിയിലേക്ക് പോയി അവിടുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് കള്ളുകൂടിയൊക്കെ ശീലാക്കി നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. വാട്ട് എ കൊടൽമാല ടച്ചിങ് സ്റ്റോറി. സംഭവം എന്താന്ന് വെച്ചാ ബാലിക്ക് പോവാൻ എല്ലാവർക്കും ഒരു അവസരം കിട്ടിക്കാണും. അപ്പൊ അതിന്റെ കൂടെ ഒരു സിനിമ കൂടി പിടിച്ചു. അങ്ങനെ ആകാം ചിലപ്പോൾ ഈ സിനിമ ഉണ്ടായത്. എന്നേ പറഞ്ഞുള്ളൂ. നീയല്ലടാ പറഞ്ഞത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രത്യേകതരം സിനിമയാണ്, ഇത് കണ്ടാൽ നിങ്ങളുടെ സമയം പോണത് അറിയില്ല എന്നൊക്കെ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു പ്രത്യേകതരം സിനിമയാണ്, ഇത് കണ്ടാൽ നിങ്ങളുടെ സമയം പോണത് അറിയില്ല. ഈ സിനിമ സജസ്റ്റ് ചെയ്ത സഹോദരിക്ക് 1000 കൂപ്പുകൈ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്.